ആദർശ് ഓഫീസിൽ നിന്ന് വന്ന ഉടനെ നയനയ്ക്കൊരു ഗിഫ്റ്റ് കൊടുക്കുകയാണ്. ഇതെൻ്റെ ഭാര്യയ്ക്കുള്ളതാണ്. നീ ഇന്നലെ നല്ലൊരു ഡിസൈനല്ലേ ക്ലയൻറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്തത്? അവർക്കത് ഒരുപാട് ഇഷ്ടമായി. ഇപ്പോൾ കോടികളുടെ പ്രോജക്റ്റാണ് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ 1% നിനക്ക് തരണ്ടേ നയനെ? ഇത് 10 പവൻ്റെ നെക്ലേസാണ്, എങ്ങനെയുണ്ടെന്ന് നോക്ക് എന്ന് പറഞ്ഞ് ആദർശ് അത് നയനയ്ക്ക് കൊടുക്കുവാണ്. ഇതൊക്കെ കണ്ട് കാലി കയറി നിൽക്കുകയാണ് നമ്മുടെ അനാമിക. അവൾ ഉടനെ തന്നെ നവ്യയെ വിളിച്ചുകൊണ്ട് വന്ന് അതൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ അനിയത്തിക്ക് ആദർശേട്ടൻ കൊടുത്ത സമ്മാനം കണ്ടില്ലേ? 10 പവൻ്റെ മാലയാണ്. നമുക്കും ഉണ്ട് ഇവിടെ ഭർത്താക്കന്മാർ, 1/4 പവൻ്റെ സ്വർണം വാങ്ങാൻ ഗതിയില്ലാത്തവന്മാർ. ആദർശേട്ടൻ ചതിയനായിട്ടും നിങ്ങളുടെ അനിയത്തി ഉണ്ടല്ലോ, അവരെ ഉപേക്ഷിക്കാത്തതിൻ്റെ കാരണം എന്താണെന്ന് ഇപ്പം മനസ്സിലായില്ലേ എന്നൊക്കെ അനാമിക നവ്യയുടെ അടുത്ത് ചോദിക്കുകയാണ്. ഇങ്ങനൊരു ചതിയൻ്റെ അരിക്കയെന്ന് അവൾ ആ മാല വാങ്ങാൻ പാടില്ലായിരുന്നു അനാമികയെ. ഞാനായിരുന്നുവെങ്കിൽ ആ മാല ആദർശേട്ടൻ്റെ മുഖത്ത് വലിച്ചെറിഞ്ഞിട്ട് പോയേനെ. ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് കൊണ്ടാണ് എനിക്ക് നയനോട് വെറുപ്പായി തുടങ്ങിയത് എന്ന് പറഞ്ഞ് നവ്യ അവളുടെ റൂമിലേക്ക് പോകുന്നുണ്ട്. എടാ അബി, നീ അറിഞ്ഞില്ലേ? ഓഫീസിലെ പണമൊക്കെ നിന്റെ ഏട്ടൻ ദൂർത്തടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് 10 പവൻ്റെ മാലയാ അയാൾ ഇന്ന് എൻ്റെ അനിയത്തിക്ക് കൊടുത്തത്. നീയും ആ ഓഫീസിൽ തന്നെയല്ലേ വർക്ക് ചെയ്യുന്നത്? എന്നിട്ട് 1 പവൻ്റെ മാലയെങ്കിലും നീ എനിക്ക് കൊണ്ടു തന്നിട്ടുണ്ടോ? ആദർശേട്ടൻ വഞ്ചകനാണെങ്കിലും നയനയുടെ കാര്യത്തിൽ ഒരു കുറവും അയാൾ വരുത്തുന്നില്ല. നാളെ അയാൾ ചന്തുമോൾക്ക് 10-20 പവൻ്റെ മാല എടുത്തു കൊടുക്കില്ലെന്ന് ആര് കണ്ടു? അതിനു മുമ്പ് നിനക്ക് ആ ജ്വല്ലറിയിൽ നിന്ന് എടുക്കാൻ പറ്റുന്നതൊക്കെ എടുത്തോണ്ട് താ അബി. ഞാനും ആ നയനയെപ്പോലെ പണക്കാരിയെപ്പോലെ ഒന്ന് ജീവിച്ചോട്ടെ. ഇപ്പോൾ എൻ്റെ ഈ വീട്ടിലത്തെ കാര്യം വളരെ കഷ്ടമാണ്. ഒരു വേലക്കാരിയെപ്പോലെയാണ് ഞാനിപ്പോൾ ഇവിടെ. അതുകൊണ്ടാണ് പറയുന്നത്, നയനയ്ക്ക് കൊടുത്തതിനേക്കാൾ വിലപിടിപ്പുള്ള മാലയായിരിക്കണം നീ എനിക്ക് സമ്മാനിക്കേണ്ടത് എന്ന് പറയുകയാണ് നവ്യ. ഇത് കേട്ട് അബി ആകെ ഷോക്കായി നിൽക്കുകയാണ്. ഒരിക്കൽ ജ്വല്ലറി കയറി മാല മോഷ്ടിച്ചത് പിടിക്കപ്പെടുമോ എന്നുള്ള ആകെ ടെൻഷനില്ല ഞാനിപ്പോൾ നടക്കുന്നത്. അതിനിടയിലാണ് ഇനി ഒന്നുകൂടെ. നിനക്ക് വേണ്ടി ജയിലിൽ പോയി കിടക്കാനൊന്നും എനിക്ക് പറ്റില്ല നവ്യേ. അതിനൊരു മാർഗമുണ്ട് എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് അബി അവിടെ നിന്ന് പോവുകയാണ്. ഇതൊന്നും അറിയാതെ നവ്യ അബിയുടെ കയ്യിൽ നിന്ന് വിലപിടിപ്പുള്ള മാല കിട്ടുമെന്ന് സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് നയനയും ആദർശും പുറത്തു പോയ സമയത്ത് ചന്തുമോൾ ആകെ ബോറടിച്ചിരിക്കുകയാണ്. അപ്പോൾ അവൾ കുഞ്ഞാവയുടെ കൂടെ കളിക്കാമെന്ന് കരുതി നവ്യയുടെ റൂമിലേക്ക് ചെല്ലുകയാണ്. അവിടെ ഇരുന്ന് കളിപ്പാട്ടങ്ങളൊക്കെ എടുത്ത് ചന്തുമോൾ കുഞ്ഞിൻ്റെ കൂടെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതും കണ്ടുകൊണ്ടാണ് നവ്യ അങ്ങോട്ട് വരുന്നത്. നീ എന്താടി ഇവിടെ ചെയ്യുന്നത്? നീ എന്തിനാ ഇവിടെ കയറിയത്? എൻ്റെ റൂമിൽ കയറരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? അതും പോരാഞ്ഞിട്ട് എൻ്റെ കുഞ്ഞിൻ്റെ കളിപ്പാട്ടങ്ങൾ എടുത്തുകൊണ്ട് പോകുന്നു. നിനക്കിതൊക്കെ വാങ്ങിത്തരാൻ നിൻ്റെ നയനാമയുണ്ടല്ലോ. പിന്നെന്തിനാടി നീ ഇതൊക്കെ എടുക്കുന്നത് എന്ന് ചോദിച്ച് നവ്യ കുഞ്ഞിനെ അടിക്കുകയാണ്. ആൻറ്റി, എന്നെ അടിക്കല്ലേ. ഞാൻ കളിപ്പാട്ടങ്ങൾ എടുത്തുകൊണ്ട് പോയതല്ല, അത് വെച്ച് ഞാൻ കുഞ്ഞിനെ കളിപ്പിച്ചതാ. എൻ്റെ അനിയനല്ലേ ഇവള്, ഞാൻ അവനെ ഒന്ന് കളിപ്പിച്ചോട്ടെ എന്നൊക്കെ ചന്തുമോള് പറയുന്നുണ്ട്. നിന്റെ അനിയനോ? ഏത് വകയിലാടി നിന്റെ അനിയന്? നീ വലിഞ്ഞു കയറി വന്നവളല്ലേ. നീ എങ്ങനെ എൻ്റെ കുഞ്ഞിന് ചേച്ചിയാവുന്നത്? മേലിൽ നിന്നെ ഇനി എൻ്റെ റൂമിൻ്റെ പരിസരത്ത് പോലും കണ്ടുപോകരുത്, കടക്കടി പുറത്ത് എന്നും പറഞ്ഞ് നവ്യ കുഞ്ഞിനെ പിടിച്ചു വലിച്ചു കൊണ്ടുപോവുകയാണ്. ഇതും കണ്ടുകൊണ്ടാണ് ദേവയാനി അങ്ങോട്ടേക്ക് വരുന്നത്. നവ്യേ, ചന്തുമോളെ വിട്. നീ എന്തിനാ അവളെ ഇങ്ങനെ പിടിച്ചു വലിച്ചുകൊണ്ട് പോകുന്നത്? നീ ഇവിടുത്തെ മരുമോളൊക്കെ തന്നെയായിരിക്കും, പക്ഷേ ചന്തുമോളെ പിടിക്കാനും പിടിച്ചു വലിച്ചുകൊണ്ട് പോകാനും ഒന്നുള്ള അധികാരം നിനക്കില്ല നവ്യേ എന്നും പറഞ്ഞ് ദേവയാനി നവ്യയുടെ കൈ കുഞ്ഞിൻ്റെ ദേഹത്ത് നിന്നെടുത്ത് മാറ്റുന്നുണ്ട്. അത് പറയാൻ വല്യമ്മയ്ക്ക് എന്താ അധികാരം? നിങ്ങൾ മകനെ വളർത്തി വെച്ചതിൻ്റെ ഇതാണ് ഞങ്ങളിപ്പോൾ അനുഭവിക്കുന്നത്. നിങ്ങളൊരു ചതിയനായ മകനെയല്ലേ പ്രസവിച്ചു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ മുന്നിൽ ഇങ്ങനെ സംസാരിക്കാനുള്ള യോഗ്യത പോലും നിങ്ങൾക്കില്ല. ആദ്യം മക്കളെ എങ്ങനെ വളർത്തണമെന്ന് എൻ്റെ അമ്മായിമ്മയെ കണ്ട് പഠിക്ക് എന്നൊക്കെ നവ്യ പറയുകയാണ്. അത് കേട്ട് ദേഷ്യം വന്ന ദേവയാനി നവ്യയുടെ മുഖത്ത് തന്നെ ഒന്ന് പൊട്ടിക്കുകയാണ്. ആ അടിയിൽ മുഖം ചുവന്ന് വേദന സഹിക്കവയ്യാതെ നിൽക്കുകയാണ് നവ്യ. നിങ്ങൾ എന്നെ തല്ലിയല്ലേ, ഞാൻ ഇത് മുത്തശ്ശനോട് ഉറപ്പായും പറഞ്ഞു കൊടുക്കും. നിങ്ങൾക്ക് എന്നെ തല്ലാൻ എന്ത് അവകാശമുള്ളത്? വന്ന് ആർക്കും തല്ലാനുള്ള ഒരടിമയെപ്പോലായി ഞാൻ എന്നൊക്കെ നവ്യ പറയുമ്പോൾ, എടി നീ ഇത് ആരോട് വേണേലും പോയി പറഞ്ഞു കൊടുക്ക്. ഇതിൻ്റെ പേരിൽ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നാലും എനിക്കൊരു പ്രശ്നവുമില്ല നവ്യേ.
സഹിക്കാവുന്നതിലധികം ഞാൻ കേട്ടു കഴിഞ്ഞു. ഞാൻ മാത്രമല്ല, എൻ്റെ മകനും മരുമകളും എല്ലാം കേൾക്കുന്നുണ്ട്. ഇനി പറ്റില്ല. എനിക്ക് എൻ്റെ അഭിമാനമാ വലുത്. ഇനി എൻ്റെ മോനെപ്പറ്റി എന്തെങ്കിലും നീ പറഞ്ഞ നിന്റെ മറ്റേ കവളും ഞാൻ അടിച്ചു പൊട്ടിക്കും നവ്യേ എന്ന് പറഞ്ഞുകൊണ്ട് ദേവയാനി അകത്തേക്ക് പോവുകയാണ്. ഇതൊക്കെ കണ്ട് മാറി നിന്ന് പൊട്ടിച്ചിരിക്കുകയാണ് അനാമികയും ജാനകിയും ഒക്കെ. ഇവൾക്കിട്ടൊന്ന് പൊട്ടിക്കണമെന്ന് ഞാൻ നേരത്തെ വിചാരിച്ചതാമേ. വല്യമ്മ ഇപ്പം ചെയ്തത് വളരെ നല്ല കാര്യമാണ്. അതിന് വല്യമ്മയെ അഭിനന്ദിക്കുകയാണ് വേണ്ടത്. പക്ഷേ നവ്യയുടെ മുന്നിൽ വെച്ച് വേണ്ട. അവളുടെ അഹങ്കാരത്തിന് കുറച്ച് കുറവുണ്ടാവുമല്ലോ എന്ന് അനാമിക പറയുമ്പോൾ, അതേ മോളെ, അവളുടെ അമ്മായിയമ്മ ജലജയ്ക്ക് കൊടുക്കാൻ പറ്റാത്ത കാര്യമാണ് വലിയേട്ടത്തി ഇപ്പം ചെയ്തത്. ഇതുപോലെ അവളുടെ അനിയത്തിക്കിട്ടും 2 കൊടുത്താൽ മതിയായിരുന്നു എന്നിങ്ങനെ ജാനകി പറയുകയാണ്. പിന്നീട് നയന വന്നപ്പോൾ നവ്യ ഇതെല്ലാം പറഞ്ഞു കൊടുക്കുകയാണ്. നിന്റെ അമ്മായിമ്മ ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതൊക്കെ സഹിച്ചത്. എനിക്ക് തിരിച്ചു കൊടുക്കാൻ അറിയാഞ്ഞിട്ടല്ല നവ്യെ എനിക്ക് തിരിച്ചു കൊടുക്കാൻ അറിയാഞ്ഞിട്ടല്ല നയനെ എന്നിങ്ങനെ നവ്യ പറയുമ്പോൾ, ചേച്ചി, ഇക്കാര്യത്തിൽ ഞാൻ ചേച്ചിയെ മാത്രമേ കുറ്റം പറയുള്ളൂ. ചേച്ചിയുടെ സ്വഭാവത്തിൽ മാറ്റം വരുത്തിയില്ലെങ്കിൽ ആരായാലും ഒന്ന് പൊട്ടിച്ചിട്ടേ പോകൂ. എനിക്കിത്രേ പറയാനുള്ളൂ എന്ന് പറഞ്ഞ് നയന അവിടെ നിന്ന് പോവുകയാണ്. ദേഷ്യം വന്ന നവ്യ മുത്തശ്ശൻ്റെ അടുത്ത് വന്ന് ദേവയാനി അടിച്ചതൊക്കെ പരാതിയായി പറയുകയാണ്. ഇതിനവർക്ക് നല്ല ശിക്ഷ തന്നെ കൊടുക്കണം മുത്തശ്ശ. എൻ്റെ അമ്മായിമ്മ പോലും എന്നെ ഇതുവരെ തല്ലിയിട്ടില്ല. നയനെ തല്ലാൻ പറ്റാത്തതുകൊണ്ട് അവരെന്നെ തല്ലി തീർക്കുകയാണതെല്ലാം. ഇവിടുത്തെ മൂത്ത മരുമകളാണെന്നുള്ള അധികാരമാണ് വല്യമ്മയ്ക്ക് എന്നിങ്ങനെ നവ്യ പറയുമ്പോൾ, ദേവയാനിയെപ്പറ്റി എനിക്ക് നന്നായി അറിയാം മോളെ. അവൾ നിന്നെ തല്ലിയിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായ ഒരു കാരണവും കാണും. അതുകൊണ്ട് നീ അത് മറന്നേക്ക് എന്ന് പറഞ്ഞ മുത്തശ്ശൻ അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ വളരെ ദേഷ്യത്തിൽ നവ്യ അവളുടെ റൂമിലേക്ക് പോകുന്നുണ്ട്. ഈ സമയത്താണ് അബി അങ്ങോട്ടേക്ക് വരുന്നത്. നീ ഇവിടെ നടക്കുന്നത് വല്ലതും അറിയുന്നുണ്ടോടാ? നിന്റെ ഭാര്യയെ ആര് തല്ലിക്കൊന്നാലും നീയും നിന്റെ അമ്മയും ചോദിക്കില്ലല്ലോ. ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. ആ വീട്ടിലെങ്കിലും എനിക്ക് കുറച്ച് വില കിട്ടുമല്ലോ എന്നൊക്കെ പറഞ്ഞ് നവ്യ അവളുടെ ബാഗ് പാക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അബി അവളെ തടയുന്നുണ്ട്. നീ സങ്കടപ്പെടാതെ നവ്യേ, വല്യമ്മ നിന്നെ അടിച്ചത് തെറ്റ് തന്നെയാണ്. ഞാൻ അത് ചോദിക്കുന്നുണ്ട്. നീ എങ്ങോട്ടും പോകേണ്ട കാര്യമില്ല. പിന്നെ നീ ഇന്ന് പറഞ്ഞില്ലേ നിനക്ക് വിളവെടുപ്പുള്ള മാല വേണമെന്ന്? ഞാൻ ഇന്നത് ജുവല്ലറിയിൽ നിന്ന് അടിച്ചു മാറ്റി നവ്യേ. എന്നാ 15 പവന്റെ മാലയാണ് ഞാൻ നിനക്കായി കൊണ്ടുവന്നത്. പിന്നെ ആദർശേട്ടൻ വല്ലതും ചോദിച്ചാലേ ഞാനിത് വേറെ കടയിൽ നിന്ന് വാങ്ങിയതാണെന്ന് പറഞ്ഞാൽ മതി. ഇതുപോലുള്ള ഡിസൈനൊക്കെ ഇപ്പം എല്ലാ ജ്വല്ലറിയിലും കാണും. അതുകൊണ്ട് തന്നെ ആർക്കും സംശയമൊന്നും തോന്നില്ല എന്നും പറഞ്ഞ് അബി ആ മാല നവ്യയ്ക്ക് ഇട്ട് കൊടുക്കുകയാണ്. എടി, നിനക്ക് 15 പവന്റെ മാല അണിച്ചു തരാനൊന്നും എനിക്ക് വട്ടൊന്നുമില്ല. ഇത് വെറും മുക്കുമണ്ടവാടി. ഞാനിത് ജ്വല്ലറിയിൽ നിന്ന് കട്ടതൊന്നുമല്ല. നീ ഡ്യൂപ്ലിക്കേറ്റ് ഇട്ടാൽ മതി. ഇത് തിരിച്ചറിയാനുള്ള മാർഗമൊന്നും നിനക്കറിയില്ല എന്ന് എനിക്കറിയാം എന്നൊക്കെ അബി മനസ്സിൽ ചിന്തിക്കുകയാണ്. ഈ മാല കൊള്ളാലോ അബി, എനിക്ക് ഒരുപാട് ഇഷ്ടമായി. എന്തായാലും നിനക്ക് എന്നോട് ഇത്രയും സ്നേഹമുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. ആദർശേട്ടൻ നയനയ്ക്ക് കൊടുത്തതേ ഒട്ടും കൊള്ളാത്ത മാലയാണ്. അതും 10 പവൻ. ഇത് 15 പവനോളമില്ലേ. ഞാനിത് നയനയും ബാക്കിയുള്ളവരെയെല്ലാം കാണിച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് നവ്യ അവിടുന്ന് സന്തോഷത്തോടു കൂടി പോവുകയാണ്. എടി നയനെ, നീ ഇത് കണ്ടില്ലേ? നിന്റെ ചതിയനായ ഭർത്താവ് നിനക്ക് വെറും 10 പവന്റെ മാലയല്ലേ സമ്മാനിച്ചത്. പക്ഷേ എൻ്റെ ഭർത്താവ് എനിക്ക് തന്നത് കണ്ടോ? അതിന് മുകളിൽ വില വരുന്നതാ എനിക്കവൻ വാങ്ങിക്കൊണ്ട് തന്നത്. എങ്ങനെയാണെന്നൊന്നും നീ എന്നോട് ചോദിക്കണ്ട എന്നൊക്കെ നവ്യ പറയുന്നുണ്ട്. എന്നിട്ട് ആ മാല നയനെ കാണിക്കുന്നുണ്ട്. ഇത് കണ്ട് നയന ആകെ ഷോക്കായി നിൽക്കുകയാണ്. എന്ത്, ഇത്ര വിലപിടിപ്പുള്ള മാല അബി നിനക്ക് വാങ്ങിച്ചുകൊണ്ട് തന്നെന്നോ? ചേച്ചി, നീ പറയുന്നത് സത്യമാണോ? അവന് 50,000 രൂപയല്ലേ ഉള്ളൂ ശമ്പളം. പിന്നെ ഇത് നമ്മുടെ ജ്വല്ലറിയിൽ നിന്നുമെല്ലാം എടുത്തതാണോ നവ്യേച്ചി? ദേ നയനെ, അനാവശ്യം വിളിച്ച് പറയരുത്. അവൻ ഇത് ജ്വല്ലറിയിൽ നിന്നൊന്നും എടുത്തൊന്നുമല്ല. അവൻ അതിൻ്റെ ആവശ്യമില്ല. അവനെ അങ്ങനത്തെ സ്വഭാവമൊന്നുമില്ല. അവൻ നന്നായി. ഇങ്ങനത്തെ ഡിസൈൻ ഇപ്പോൾ ഏത് കടകളിലും മേടിക്കാൻ കിട്ടും. അതുകൊണ്ട് നീ എൻ്റെ ഭർത്താവിനെ കള്ളനാക്കാൻ നോക്കണ്ട. വിലപിടിപ്പുള്ളത് ഞാനിട്ടാൽ എന്താ, നിനക്കിഷ്ടപ്പെടില്ലേ? നിനക്ക് അസൂയല്ലേ? നീ ഒന്ന് പോടി എന്ന് പറഞ്ഞ് നവ്യ അതുമായി പോകാൻ തുടങ്ങുമ്പോൾ ആദർശ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്.
നിങ്ങൾ വന്നത് നന്നായി. എനിക്ക് ആദർശേട്ടനെ കൂടി ഈ മാല കാണിക്കണമെന്നുണ്ടായിരുന്നു. നിങ്ങൾക്ക് മാത്രമല്ല വിലപിടിപ്പുള്ളതൊക്കെ കൊടുത്ത് ഭാര്യയെ സന്തോഷിപ്പിക്കാൻ കഴിവുള്ളത്. ഇത് എൻ്റെ അധ്വാനിച്ച കാശുകൊണ്ട് എനിക്ക് വാങ്ങിത്തന്ന മാലയാ, എങ്ങനെയുണ്ടെന്ന് നോക്ക് എന്ന് പറഞ്ഞ് ആദർശിനെ ഊരിക്കാണിക്കുകയാണ് നവ്യ ആ മാല. ഇത് സ്വർണം തന്നെയാണോ? അവനിത് എവിടുന്നാ വാങ്ങിച്ചത്? അല്ല, ഇത് വാങ്ങാനും മാത്രം അവനെവിടുന്നാ പണം? അവൻ വല്ല ബിസിനസ്സും തുടങ്ങിയോ എന്ന് പറഞ്ഞ് ആ മാല വാങ്ങി ആദർശ് ഉരച്ചു നോക്കുകയാണ്. എന്താ ഈ കാണിക്കുന്നേ? എന്തിനാ ആ മാല നശിപ്പിക്കുന്നേ എന്നൊക്കെ ഇങ്ങനെ നവ്യ ചോദിക്കുന്നുണ്ട്. എന്നൊക്കെ നവ്യ ചോദിക്കുമ്പോൾ അത് സ്വർണ്ണമല്ലെന്ന് തെളിയിച്ചു കൊടുക്കുകയാണ് ആദർശ്. ദേ നവ്യേ, കണ്ടില്ലേ? സ്വർണം കണ്ട നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കില്ലായിരിക്കും. പക്ഷേ എനിക്കിത് കണ്ടപ്പോഴേ മനസ്സിലായി. അത് പറഞ്ഞാൽ വിശ്വസിക്കില്ലല്ലോ. അത് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. ഗോൾഡ് ബിസിനസ് നടത്തുന്നവനാ ഞാൻ. അതുകൊണ്ട് എൻ്റെ എനിക്ക് അബിയുടെ ഒരു കള്ളത്തരവും നടക്കില്ല. അബി നിന്നെ പറ്റിക്കുമായിരുന്നു. അല്ലാതെ അബി നിനക്ക് വാങ്ങിത്തന്നത് 15 പവൻ്റെ സ്വർണ്ണമാലയൊന്നുമല്ല. അതിനി ഈ ജന്മത്ത് അവനെ കൊണ്ട് സാധിക്കുകയുമില്ല. അതിനുള്ള കഴിവൊന്നും അവനില്ല. നീ ഓരോ നിമിഷവും ചതിക്കപ്പെട്ടുകൊണ്ടിരിക്കുക നവ്യേ. ഇനിയെങ്കിലും നീ അവനെ ഒന്ന് മനസ്സിലാക്കാൻ നോക്ക്. ഇതിലും വലിയ ചതി അവൻ നടത്തിയിട്ടുണ്ടെന്നറിഞ്ഞ നിനക്കപ്പോൾ അത് താങ്ങാൻ പറ്റാതെ വരും. അതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. നീ തന്നെ കണ്ടുപിടിക്കുക. സ്വന്തം ഭർത്താവ് എത്തരക്കാരനാണെന്ന് നീ തന്നെ കണ്ടുപിടിക്കുക. അത് കണ്ടുപിടിച്ചിട്ട് നീ അവനെ അത് മാറ്റിയെടുക്കാൻ നോക്ക്. അല്ലാതെ ഞാൻ എത്ര ചതിയനാണെന്ന് എൻ്റെ ഭാര്യയോട് പറഞ്ഞാലും എൻ്റെ ഭാര്യയ്ക്ക് അതൊരു പ്രശ്നമല്ല. അത് അവളങ്ങ് സഹിച്ചു. ഇനി അബിയെ നല്ലവനായി കാണിക്കാൻ എന്നെ മോശക്കാരനാക്കാനാണ് നിന്റെ ഭാവമെങ്കിൽ അവൻ്റെ തനി നിറം നീ അറിയാൻ പോകുന്നതേ ഉള്ളൂ. ഇനി ഇതേപോലുള്ള ഷോ ഇറക്കിക്കൊണ്ട് ഞങ്ങളുടെ മുന്നിലേക്ക് വന്നെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ആദർശ് അവിടെ നിന്ന് പോവുകയാണ്. എല്ലാവരുടെയും മുന്നിൽ നാണം കെട്ട് നിൽക്കുകയാണ് നവ്യ. അബി വന്നപ്പോൾ അവൻ്റെ മുഖത്തേക്ക് നവ്യ ആ മാല വലിച്ചെറിഞ്ഞു കൊടുക്കുകയാണ്. ഇതാടാ നിന്റെ വിലപിടിപ്പുള്ള മാല. ഇത് നീ തന്നെ ഇട്ടാ മതി. അത് കറുത്തിരിക്കുന്ന കണ്ടില്ലേ? ഇതിലൊരു തരി സ്വർണം പോലും ഇല്ലെന്ന് ആദർശേട്ടൻ എനിക്ക് ബോധ്യമാക്കി തന്നു. നീ എന്നെ ചതിക്കുമായിരുന്നല്ലേടാ. ഇതുപോലെ എന്തെല്ലാം ചതിയാ നീ എന്നോട് ചെയ്തിരിക്കുന്നത്. നീ സ്വന്തം ഭാര്യയെ പറ്റിക്കുന്നവനാണെന്ന് പിന്നെയും തെളിയിച്ചല്ലോടാ എന്നൊക്കെ പറഞ്ഞ് അവനെ പൊതിരെ തല്ലുകയാണ് നവ്യ. അബിയെ വിശ്വസിക്കാൻ പറ്റില്ല. അവൻ്റെ ഓരോ പ്രവൃത്തിയും വാച്ച് ചെയ്തേ പറ്റുള്ളൂ. അവൻ ശരിക്കും മാറിയിട്ടൊന്നും ഇല്ലെന്നാ തോന്നുന്നേ. അവൻ പുറത്തു പോകുമ്പോൾ അവനെ വാച്ച് ചെയ്യണം. എന്താ സത്യമെന്ന് ഞാൻ തന്നെ കണ്ടുപിടിക്കും. ഇനിയും ചതിക്കപ്പെടാൻ ഈ നവ്യയ്ക്ക് വയ്യ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ആലോചിക്കുകയാണ് നവ്യ.